ആ തന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി. ഇനി എത്ര പേരുണ്ട്? 40 OP കൂടി ഉണ്ട്. ഇതെല്ലാം കൂടെ എപ്പോ തീരാനാ? ഒരു കാര്യം ചെയ്യ്, കുറച്ചു പേര് ചേട്ടൻ്റെ അടുത്തേക്ക് അയക്ക്. ഇല്ലെങ്കിൽ ഇത് അർത്ഥനാർത്ഥിയാൻ തീരില്ല. അടുത്ത കളിക്ക്. ശരി. എല്ലാ രോഗികളെയും നോക്കാൻ അനന്ത ഡോക്ടർക്ക് സമയമില്ലെന്ന് കുറച്ചു പേരെ ചേട്ടൻ ഡോക്ടറുടെ അടുത്തേക്ക് അയക്കാൻ. ഞാൻ എന്ത് ചെയ്യണ സിസ്റ്ററെ? എല്ലാ രോഗികൾക്കും അനന്തൻ ഡോക്ടർ മതി, നന്ദൻ ഡോക്ടർ വേണ്ട. പേടിച്ചിട്ടാ? വല്ലതും എക്സ്റേയിലെങ്കിൽ കാണാം. വല്ല മരുന്നും മാറ്റി എഴുതിയാലേ ചത്തത്തെ വിവരം അറിയും. മതിയോടോ, ഈ എന്നെ അത് ഊതി ഉറപ്പിക്കണ്ട. ഒരു കയ്യബ്ദം പറ്റും സാധാരണയാ. അതിന് വരുന്നതിനും പോകണമെന്നും ഒക്കെ ഇതിനെ പറ്റി ഇങ്ങനെ പ്രസംഗിക്കും. ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാമോ? ഒരു രോഗിക്കും നന്ദു ഡോക്ടറെ കാണണ്ട. അനന്തന്റെ മുറിയിലെ പേഷ്യൻസിനെ കണ്ടിട്ട് അസൂയ തോന്നി. ഒരു പൂരത്തിനുള്ള ആളുണ്ട്. അപ്പുറത്ത് അളിയന്റെ മുറിയുടെ മുന്നിലോ 3-4 പേർ, നമ്മുടെ അച്ഛന്റെ തലയിലെ മുടി പോലെ. ഉള്ളവർ തന്നെ അപ്പുറത്തെ തിരക്കിപ്പെട്ട് തെറിച്ചു വീണവർ. സർക്കാർ സർവീസിലായിരുന്നു അവനെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തതാ. അന്നൊക്കെ നിന്റെ കണ്ണിലെ കരട് ഞാനായിരുന്നല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിലെ അവസ്ഥ നിനക്ക് എന്താണെന്നറിയാമോ? അവനൊരു വര വരച്ചാൽ മണ്ണിര പോലും അവനോട് ചോദിച്ചിട്ടേ താഴൂ. പാവം ഒറ്റയ്ക്ക് മുറിയിൽ ഒതുങ്ങിക്കൂടി അളിയന്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ സംഭവിച്ചത് അളിയന്റെ കുഴപ്പം കൊണ്ട് തന്നെയല്ലേ? ആണോ? ആണെന്നാണ് എല്ലാവരുടെയും ധാരണ. ഞാനൊന്ന് ചോദിക്കട്ടെ, മദ്യപിക്കാത്ത എത്ര ഡോക്ടർമാരുണ്ട് ഇവിടെ? ഒരിക്കലെങ്കിലും കഴിപ്പഴ പറ്റാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? അന്ന് രോഗിയുടെ ബന്ധുക്കൾ ബഹളം ഉണ്ടാക്കിയപ്പോ അളിയൻ തന്നെ മാന്യത കാണിച്ചു. ആ അവസരം മുതലെടുത്ത് അനിയൻ യോഗ്യനായി. ഇപ്പൊ ചേട്ടൻ പുറത്ത്, അനിയനകത്ത്. അളിയന്റെ തെറ്റിനെ മറ്റുള്ളവർ വിമർശിച്ചാൽ മനസ്സിലാക്കാം. ഇത് സ്വന്തം അനിയൻ തന്നെ കുത്തി നോവിച്ചാൽ, അതും മറ്റുള്ള രോഗികളുടെ മുന്നിൽ വെച്ച്. നാണക്കേട്. എനിക്ക് നിന്റെ നന്മയിൽ കഴിഞ്ഞ് മറ്റൊരു താല്പര്യമില്ല മോളെ. അളിയന്റെ ആ പഴയ റോറിംഗ് പ്രാക്ടീസും സൽപ്പേരും ഒക്കെ തിരിച്ചു കിട്ടണ്ടേ? ആനന്ദൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. ഇങ്ങനെ പോയാ നിരാശ കേറി അടിച്ചടിച്ച് അളിയൻ സമാധിയാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ തന്നെ മനസ്സ് വയ്ക്കണം. മോനെ ദേ കാക്ക കഴിച്ച്. പതുക്കെ ഇറങ്ങണം. അനന്തൻ ഡോക്ടറല്ലേ? ഇല്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു. അനന്തേട്ടൻ ഒരിടം വരെ പോയിരിക്കുക. വൈകിട്ടേ വരൂ. അകത്തേക്കിരിക്കൂ. നന്ദേട്ടനുണ്ട്, വിളിക്കാം. വേണ്ട, ഞങ്ങൾക്ക് അനന്തൻ ഡോക്ടറെ കാണണ്ടേ. എന്നാ വൈകുന്നേരം വന്നാ മതി. ശരി, ബാബു. ആരാ? അനന്തേട്ടന്റെ പേഷ്യൻസ് ആണെന്ന് തോന്നുന്നു. ഓ, അത് ഞാൻ മറന്നുപോയി. ഈ വീട്ടിലിപ്പോ ഒരു ഡോക്ടറല്ലേ ഉള്ളൂ. നന്ദേട്ടന് അകത്തുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. സീരിയസ് ഒന്നും ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അവര് പോയത്. പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. എന്റെ ഭർത്താവിനൊരു കയ്യബദ്ധം പറ്റിയപ്പോ നിങ്ങളൊക്കെ അത് ശരിക്കും മുതലെടുക്കാണല്ലേ? ചേച്ചി എന്താ ഇങ്ങനെ? വേണ്ടപ്പെട്ടവര് തന്നെ വിളിച്ചു കൂവുമ്പോ രോഗികളെ കാണാൻ മടിക്കുന്നതിൽ എന്താ അതിശയം? അവിടെ നിന്നേ. എങ്ങോട്ട് രാവിലെ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഓടുന്നത്? നിന്നോട് മിണ്ടാൻ നിന്നാലേ എന്റെ പോക്ക് മടങ്ങും. എനിക്ക് അനന്തന്റെ വീട് പണിയുടെ കാര്യങ്ങൾ നോക്കണം. അവിടെ നിന്നേ. അവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അതേടി, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാ നീ 3 നേരം ഞണ്ടുന്നത്. ശ്രീജമ്മോട് കല്യാണത്തിന് പോലെ ഒരു സാരി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? അത് ശരി, അപ്പൊ അതാണ് കാര്യമല്ലേ? എന്നാലേ എനിക്ക് മനസ്സില്ല. അച്ഛനും അമ്മയും കൂടി ബഹളം.
അത് മോൾ അമ്മയോട് ചോദിക്ക്. എടി നീ കുഞ്ഞിനെ കണ്ടെങ്കിൽ പഠിക്ക്. ഓ ഈ പറയുന്ന ആള് പിന്നെ മോളെ സ്കൂളിൽ ഇപ്പൊ റെഡിയാ വേഗം. ദേ എന്റെ സാരിയുടെ കാര്യം. പോവാടി അവിടുന്ന്. ഹലോ, ഡോക്ടറല്ലേ? യെസ്. ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത രോഗി വല്ലാതെ ബഹളം വെക്കുന്നു. സെഡേഷൻ വല്ലതും കൊടുത്തോ? ഇല്ല, സീരിയസ് ആയതിന് കൊടുത്തില്ല. ഡോക്ടർ വന്നിട്ടാവുമെന്ന് കരുതി. ആ, ഞാൻ ഉടനെ വരാം. പുറപ്പെട്ടു കഴിഞ്ഞു. അല്ല, പുറപ്പെട്ടോ? എന്ത്? ചേച്ചിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ചേട്ടനില്ലേ മുകളിൽ? അമ്മയും ചേട്ടനും കൂടി ഗുരുവായൂർക്ക് പോയത് മറന്നുപോയോ? ഓ, എന്റെ ആളെവിടെ? മോളിലുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണല്ലോ. ഒരു എമർജൻസി കേസ് ഉണ്ട്. നീ പറഞ്ഞാൽ മതി. അയ്യോ അനന്തേട്ടാ, നിങ്ങളോട് വീട് വരെ ഒന്ന് വരാൻ ഞാൻ വിഷ്ണുനോട് പറഞ്ഞയച്ചായിരുന്നല്ലോ. എന്താ അവൻ പറഞ്ഞില്ലേ? പറഞ്ഞു. നന്ദുവിന് ഇവിടെ ആകെ തിരക്കായിരുന്നു. അവൻ എന്നാ തിരക്കില്ലാത്തത്? നിനക്കെങ്കിലും ഒന്ന് വരാമായിരുന്നില്ലേ? മറ്റുള്ളവരോ വരുന്നില്ല. ആ, അനന്തൻ എവിടെ? ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു എമർജൻസി കേസ് ഉണ്ടെന്നാ പറഞ്ഞത്. അനന്തനെ ഒന്ന് അത്യാവശ്യമായി കാണാൻ കൂടിയാ ഈ തിരക്കിനിടയിൽ ഞാൻ ഓടി വന്നത്. നിന്റെ ഭർത്താവിനില്ലാത്ത അത്ര തിരക്കാണല്ലോ ഹോസ്പിറ്റൽ അനന്തന്. ഇത്രയും നേരം കാത്തിരുന്ന എന്നെ വേണം പറയാൻ. ഉടനെ വരും. ചായ കുടിക്കൂ. എനിക്കും പോയിട്ട് അല്പം എമർജൻസി ഉണ്ട്. എന്ത് എമർജൻസി ആയാലെന്താ? ഒന്ന് ഇവിടം വരെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. എന്റെ അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അനന്തൻ സംസാരിച്ചില്ലെന്ന് കരുതി നിന്റെ അച്ഛന് ഞാൻ വരുന്നവരോട് ഇരിക്കായിരുന്നില്ലേ? എന്തിനാ? ഉണ്ടായ നാണക്കേട് പോരെ? രാധയോട് പറഞ്ഞിരിക്കുന്ന സമയം മതിയായിരുന്നല്ലോ ഒന്ന് വന്ന് എന്റെ അച്ഛനോട് മിണ്ടിയിട്ട് പോവാൻ. അപ്പോ ഒരുതരം ഈഗോ. ഏയ്, അവൻ അങ്ങനൊന്നും കരുതി കാണില്ല. കരുതിയിട്ട് തന്നെയാ. ലുക്ക് നന്ദു, പല സ്ഥലത്തും നന്ദു ഇങ്ങനെ താഴ്ന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, കുറെ നാളായി ഈ അവഗണന തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് പറ്റിയ കൈപ്പിഴയിൽ നിങ്ങളെക്കാൾ വേദന ഇവിടെ മറ്റുള്ളവർക്കാ. നാട്യമേ അല്ല, നാട്യം. സ്വന്തം അനിയൻ സഹതാപത്തിന്റെ പേരും പറഞ്ഞ് ഒളിച്ചും പാത്തും ചേട്ടനെതിരെ പറയുന്ന കുത്തുവാക്കുകളൊന്നും നിങ്ങൾ കേൾക്കാൻ ഇടയായിട്ടില്ല. നന്ദു എന്തേ ഇതൊന്നും മനസ്സിലാക്കാത്തത്? ഒന്നെനിക്ക് ഉറപ്പായി. ഞാനെല്ലാം തുറന്നു പറയുന്നു. നന്ദു അത് മനസ്സിലൊതുക്കി സഹിക്കുന്നു. അതല്ലേ സത്യം. ദേ മോന്റെ അച്ഛൻ വന്നു. കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോകും. അമ്മയ്ക്കപ്പ വന്നു. 3 മണിയായി മോനെ. എന്റെ ഗുരുവായൂരപ്പാ, എന്താ തിരക്ക്. അനന്താ, ഒരതിഥി വീട്ടിൽ വന്നിട്ടൊന്ന് കാണാൻ പോലും കഴിയാത്ത വിധം എന്ത് എമർജൻസി ആയിരുന്നാ നിനക്കെന്ന്? പെട്ടെന്നൊരു ഫോൺ വന്നു. ഞാൻ രാധികയോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. ഒന്നുമല്ല, പണ്ടേ അനന്തൻ എന്റെ വീട്ടുകാരോട് വെറുപ്പാ. അവർക്ക് പകർച്ചവ്യാധി ഒന്നുമില്ല ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ. എടുത്തെന്താ ഇങ്ങനെ സംസാരിക്കുന്നു? 1 മിനിറ്റ് താമസിച്ചാ തീരുന്ന കേസാണെങ്കിൽ തീരട്ടാ. ചാവാൻ പോകുന്ന കേസുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ന്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ജീവൻ പോകുന്ന പിടിച്ചെടുത്താനുള്ള വിദ്യയൊന്നും ഒരു ഡോക്ടർ പഠിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് കാറിന്റെ ടയർ പഞ്ചറായ നീ എന്തോ ചെയ്യും? എന്തോ ഞാനപ്പോ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ദയവായി ഇതൊരു ഇൻസൾട്ട് ആയിട്ട് എടുക്കരുത്. ഇൻസൾട്ട് തന്നെയാണ്. വന്നത് എന്റെ അച്ഛനാണല്ലോ. രാധികയുടെ അച്ഛനായിരുന്നെങ്കിൽ ഈ എമർജൻസി ഒക്കെ താനേ മാറുമായിരുന്നു. അങ്ങനെയുള്ള വ്യത്യാസം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ ചേച്ചി. അങ്ങനെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ. ഈയിടെയായി എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്ര മണ്ടിയൊന്നും അല്ല ഞാൻ. ഇത്രയൊക്കെ പറയുന്നത് എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങളെന്തോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഒരു സില്ലി മാറ്റർ ഇത്രയൊക്കെ വളർത്തി വലുതാക്കണോ? നിങ്ങൾക്കെല്ലാം സില്ലിയാണ്. എന്റെ വീട്ടുകാരും ഞാനും സ്വന്തം ചേട്ടനും ഉൾപ്പെടെ എല്ലാം സില്ലിയാണ്. അഹങ്കാരം തലയ്ക്ക് കയറിയാൽ അങ്ങനെയൊക്കെ തോന്നും. Don't talk rubbish. എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ അച്ഛനെ ചെന്ന് കാണാൻ. അനന്തേട്ട വേണ്ട. കുറെ നേരമായി മനുഷ്യന് ഹിംസ സഹിക്കാൻ തുടങ്ങിയിട്ട്. കുനിഷ്ട പിടിച്ച മനസ്സിന് എല്ലാം വിപരീതമായിട്ടേ തോന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ. അല്ലാതെ എനിക്ക് അഹങ്കാരം ഒന്നും ഉണ്ടായിട്ടല്ല. അനന്താ, നീ ആരുടെ നേരെയാടാ വിരൽ ചൂണ്ടി സംസാരിച്ചത്? നീ ഉണ്ടായിരിക്കും മോനെ. അമ്മ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇവൾ ആരെന്നറിയോ നിനക്ക്? ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വരുന്നവരെ രാവിലത്തെ ബെഡ് കോഫി മുതൽ അത്താഴം വരെയുള്ള നിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇവളാ. നിന്റെ അഴുക്ക് വസ്ത്രങ്ങൾ പോലും കഴുകിടാൻ അവൾ മടി കാണിച്ചിട്ടില്ല. 1000 തവണ നീ പറഞ്ഞിട്ടുണ്ടല്ലോ
ശ്രീദേവി എനിക്ക് അമ്മയെ പോലെയാണെന്ന്. ആ അവളെയാണോ നീ ഇങ്ങനെ പറഞ്ഞത്? ചേട്ടാ അതിനെ ഞാനിത് നോ, നീ ഇൻസൾട്ട് ചെയ്ത അവളെയല്ല, എന്നെയാ, എന്നെ. ഈ വീട്ടിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. ആ പടി. മോനുറങ്ങിയോ? എന്താ അനന്തേട്ടാ ഇത്? ഇവിടെ ആരും ആരോടും ഒന്നും മിണ്ടുന്നില്ല. എല്ലാരും അവരവരുടെ മുറിയിൽ കയറി ഒരേ ഇരിപ്പ. ആരും ഇതുവരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇപ്പൊ തോന്നുന്നു നമ്മൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന്. കുറച്ചു നാളെങ്കിൽ കുറച്ചു നാൾ എല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്താ ഇത്? ഇവിടെ എന്താ ആരും ഒന്നും കഴിക്കാത്തത്? നിങ്ങൾ രണ്ടാളും എനിക്ക് ഒരുപോലെ. അവൻ പട്ടിണി കിടക്കുമ്പോ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ചെറിയ കാര്യത്തിന് എന്റെ മോനൊന്ന് തോറ്റു കൊടുത്തൂടെ? അതിന് തക്കതായി ഇവിടെ എന്തുണ്ടായമ്മേ? ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു മോനെ. എന്റെ ദൗർബല്യം എന്താണെന്ന് അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. എവിടെ തൊട്ടാൽ അത് വാടുമെന്നും അറിയാം. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കേട്ടപ്പോ ഞാനും എന്തൊക്കെയോ പറഞ്ഞുപോയി. കുട്ടിക്കാലത്ത് നമ്മൾ തമ്മിൽ തല്ലുകൂടുമ്പോഴും വഴക്കൂടുമ്പോഴും ഒക്കെ എപ്പോഴും ചേട്ടൻ തോറ്റു വന്നിട്ടുണ്ട്. ഞാൻ ജയിച്ചു കാണുന്നതായിരുന്നു ചേട്ടൻ എന്നും ഇഷ്ടം. പല പ്രാവശ്യം തോറ്റു തന്നിട്ടുള്ള എന്റെ ചേട്ടന്റെ മുമ്പിൽ ഒരു തവണയല്ല 100 തവണ തോൽക്കാനും എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ചെയ്ത് തെറ്റായെന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ചേട്ടൻ വന്ന് ആഹാരം കഴിക്കും. വീടിന്റെ പണി എന്ന് തീരുമെന്നാ മാധവേട്ടൻ പറഞ്ഞത്? കാശിറക്കിയ ഉടൻ തീരും, അല്ലെങ്കിൽ മാസങ്ങളാവും. തൽക്കാലം നമുക്കൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയാലോ? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നീ തന്നെയല്ലേ പറഞ്ഞ നമുക്ക് ഇവിടെ വിട്ടെങ്ങും പോകണ്ടെന്ന്? ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നീട് ആലോചിച്ചപ്പോ അനന്തേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ദൂരെങ്ങും അല്ലല്ലോ, എല്ലാവരെയും എപ്പോ വേണമെങ്കിലും വന്ന് കാണാവുന്നല്ലേ ഉള്ളൂ. നീ പറയുന്നത് ശരിയാ. എപ്പോഴായാലും മാറണം. പിണങ്ങി പിരിയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ മാറുന്നതാ. എനിക്കറിയാം ഒത്തിരി സഹിക്കുന്നുണ്ടല്ലേ. ചുരണ്ടി നിൽക്കാതെ വേഗം ആവട്ടെ. ആ, ആഗസ്റ്റ് 18-ന് ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ 15-നാണുള്ളത്. സെപ്റ്റംബർ 15 ആവുമ്പോ എനിക്ക് കുറച്ചുകൂടി സാവകാശം കിട്ടും. കുറച്ചുകൂടെ പണിയൊക്കെ ബാക്കിയുണ്ടേ. വേണ്ട, ഓഗസ്റ്റിൽ തന്നെ വേണം. കാണുന്നവരോടൊക്കെ ഞാൻ അഭിമാനത്തോട് പറയുമായിരുന്നു എന്റെ മക്കളുടെ ഒരുമയെക്കുറിച്ച്, യോജിപ്പിനെ കുറിച്ച്. ഈശ്വരന് അത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഇന്ന് എന്റെ മക്കൾ ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുമ്പ് അത് നടക്കണം. പാലുകാഴ്ച ഒരു ദിവസം മുമ്പായാൽ അത്രയും നല്ലത്.
എന്നെ ഓർക്കുന്നുണ്ടോ? മനസ്സിലായില്ല. 6-7 വർഷം മുമ്പ് കണ്ട മുഖമാണെങ്കിലും അത്ര പെട്ടെന്ന് മറക്കോ? ഇപ്പൊ നോക്കൂ. അന്ന് ഡോക്ടർ സിവിൽ സർജൻ ആയിരുന്നു കണ്ണൂരിൽ. ഒരു ദിവസം കോട്ടേഴ്സിൽ ഞാൻ സാറിനെ തേടി വന്നിരുന്നു. പറഞ്ഞു വരുമ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് അടുക്കേണ്ടവരാ. പുറത്ത് നല്ല മഴ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഈ രാത്രി തന്നെ വന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എന്ത് ചെയ്യാം, ആവശ്യം എന്റേതായി പോയില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് തന്നെ വരണം. ഇവനെന്താ ഈ രാത്രി വന്ന് വേദാന്തം പറയുന്നതെന്നായിരിക്കും ഡോക്ടർ വിചാരിക്കുന്നത്. അത്രയ്ക്കും ആവശ്യമായതുകൊണ്ടാണ്. ഇനി എന്നെ പരിചയപ്പെടുത്താം. എബ്രഹാം, ഇടുക്കുള എബ്രഹാം. രാവിലെ ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഇപ്പോ അനന്തൻ സാറിന് മനസ്സിലായി കാണുമല്ലോ എന്റെ വരവിന്റെ ഉദ്ദേശം. മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ഫോണിൽ കൂടെ തന്നെ മറുപടിയും പറഞ്ഞിരുന്നാണല്ലോ. അതെ, ഫോണിൽ കൂടെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നറിയാം. അതുകൊണ്ടല്ലേ നേരിട്ട് വന്നത്. ഒരു കയ്യബദ്ധം പറ്റിയതാ സാറേ. അവളീ നാട്ടിലെ മഹാപ്പിഴയാ. വിലയും മാന്യതയുമുള്ള എന്റെ നേരെ ഒരു പീറപ്പെണ്ണ് വെല്ലുവിളിക്കാന്ന് വെച്ചാൽ ദേഷ്യം വന്നപ്പോ ഞാൻ ഒരു അടി കൊടുത്തു. ദേഹെടുക്കുന്നു ചത്തു പണ്ടാരം. ആ നശിച്ച പെണ്ണ് കാരണം ഞാൻ കുടുങ്ങിയില്ലേ. ഇനിയിപ്പോ ഡോക്ടർ വിചാരിച്ചാലേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്ക് അനുകൂലമായി ഒന്ന് തിരുത്തിയാൽ മതി. ശരിയാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ചെറിയ തിരുത്ത് വരുത്തിയാൽ അരുന്ധതി കൊലക്കേസ് ആത്മഹത്യയായിട്ട് മാറും. പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ട് അടിവയറ്റിൽ ചവിട്ടി കൊല ചെയ്യുമ്പോൾ ഓർത്തില്ലായിരുന്നു ഒരിക്കുളെ താൻ കുടുങ്ങുന്നു. ഇനി ഇക്കാര്യം പറഞ്ഞ് ഇടിക്കുള്ള അവിടെ നിൽക്കണമെന്നില്ല, പോയിക്കോളൂ. അപ്പൊ എന്നെ അകത്താക്കി അടങ്ങുന്ന? അകത്താക്കുന്നതും പുറത്താക്കുന്നതും ഒക്കെ കോടതിയാണ്. ആരെന്നെ നിർബന്ധിച്ചാലും ചെയ്യുന്ന ജോലിയിൽ ഞാൻ മായം ചേർക്കില്ല. ഞാനൊരാൾ പറഞ്ഞുകൊണ്ട് മാത്രം താൻ അകത്തായിക്കൊള്ളണമെന്നില്ല. ഡോക്ടർ അനന്തൻ, ഒരു സാധാരണ ഗവൺമെന്റ് ഡോക്ടറെ കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും ഇക്കാലത്ത് ജീവിക്കാൻ കഴിയില്ല. ബ്ലാങ്ക് ചെക്കാണ്. ആവശ്യമുള്ള തുക എഴുതിയെടുക്കാം. ഇതുപോലെ കുറെ പോലീസുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുത്തതാ. അവരൊക്കെ എനിക്ക് വേണ്ടി സഹായിക്കാമെന്ന് ഏറ്റിട്ടുമുണ്ട്. ഇനിയിപ്പോ സാറിന് ബംഗ്ലാവായിട്ടോ എസ്റ്റേറ്റ് ആയിട്ടോ വേണമെങ്കിലും. തന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ നക്കാപ്പിച്ച് വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ അത്രക്കാരനല്ല. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, അരുന്ധതി തന്റെ വെപ്പാട്ടിയോ മറ്റോ ആണോ? Shut up, you bloody rascal. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത നീ എന്നോട് വേദാന്തം പറയുന്നു. കിടക്കണ പുറത്ത്. കാത്തിരുന്നു, ഞാൻ വരും നിന്നെ കാണാൻ. നിന്നെ